CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗങ്ങളിൽ വിലക്ക് PK ശ്രീമതിക്ക് മാത്രം. സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ശ്രീമതി സ്ഥിരം പങ്കെടുക്കേണ്ട എന്നാണ് CPM നേതൃത്വത്തിന്റെ നിലപാട്. എന്നാൽ മറ്റ് കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾക്ക് സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗങ്ങളിൽ പങ്കെടുക്കാൻ വിലക്കില്ല. എസ് ശാലിനി ചേരുന്ന വിവരങ്ങളുമായി. ശാലിനി, എന്തുകൊണ്ടാണ് ശ്രീമതിയെ മാറ്റി നിർത്തുന്നത്? നേരെ അങ്ങ് പറയുന്നുണ്ടോ CPM? വീണ, മാധ്യമങ്ങളോട് കടക്ക് പുറത്ത് പറഞ്ഞ മുഖ്യമന്ത്രി തന്നെയാണ് ഇപ്പോൾ കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായ PK ശ്രീമതിയോട് സെക്രട്ടേറിയറ്റ് യോഗങ്ങളിൽ പങ്കെടുക്കേണ്ട, സംസ്ഥാനത്തെ പാർട്ടി കാര്യങ്ങളിൽ കാര്യമായി ഇടപെടേണ്ട എന്നുള്ളൊരു നിർദ്ദേശം നൽകിയിട്ടുള്ളത്. കഴിഞ്ഞ 19-ആം തീയതി ചേർന്ന യോഗത്തിലാണ് ഇത്തരത്തിലൊരു തീരുമാനം, ഇത്തരത്തിലൊരു നിർദ്ദേശം മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത്. ആ ഒരു തീരുമാനത്തിന്റെ തൊട്ടു പിന്നാലെ ചേർന്ന യോഗത്തിൽ നിന്നും PK ശ്രീമതി വിട്ടുനിൽക്കുകയും ചെയ്തിരുന്നു. PK ശ്രീമതി കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. സ്വാഭാവികമായും കേരളമല്ല, ഡൽഹിയിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് എന്നുള്ളതാണ് മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത്. പക്ഷേ ഇതിനെ ഈ വാർത്ത വിവാദമായതോടുകൂടി ഇതിനെ തിരിച്ചടിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു പ്രതികരണങ്ങൾ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് വന്നിട്ടില്ല എന്നുള്ള ന്യായീകരണവുമായി പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ രംഗത്തെത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ശ്രീമതി തന്നെയും ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കുകയും ചെയ്തിരുന്നു. തന്നോട് അത്തരത്തിലൊരു പ്രതികരണം പാർട്ടിയുടെ മുതിർന്ന നേതാവും PB അംഗം കൂടിയായ മുഖ്യമന്ത്രി നടത്തിയിട്ടില്ല എന്നുള്ളതായിരുന്നു PK ശ്രീമതിയുടെയും പ്രതികരണം. പക്ഷേ അതൊക്കെ വസ്തുതാവിരുദ്ധമാണ് എന്നുള്ളതാണ് ഇന്നത്തെയും വാർത്തകൾ പുറത്തു വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. PK ശ്രീമതി മാത്രം ആയിട്ടുള്ള വ്യക്തി ഈ ഒരു യോഗത്തിൽ പങ്കെടുക്കേണ്ട കാര്യമില്ല. കേരളമല്ലാത്തത് കൊണ്ട് തന്നെ ഡൽഹി കേന്ദ്രീകരിച്ച് കാര്യങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ മതി എന്നുള്ളതാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ദിവസം ചേർന്ന യോഗങ്ങളിലാണ് ഇത്തരത്തിലൊരു തീരുമാനം എടുക്കുകയും PK ശ്രീമതിയോട് ഇനി സംസ്ഥാന സെക്രട്ടേറിയറ്റ് സമിതി യോഗങ്ങളിൽ പങ്കെടുക്കേണ്ട എന്നൊരു നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ PK ശ്രീമതി കഴിഞ്ഞ ദിവസം തന്നെ തിരികെ കണ്ണൂരിലേക്ക് മടങ്ങുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇത്തരത്തിലൊരു തീരുമാനം ഉണ്ടാവുകയാണെങ്കിൽ ആ തീരുമാനം പ്രഖ്യാപിക്കേണ്ടത് പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആണ് എന്നുള്ളൊരു പ്രതികരണം MV ഗോവിന്ദൻ നടത്തിയിരുന്നു. പക്ഷേ അതല്ല, മറിച്ച് സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ളവർ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശങ്ങളോട് ചേർന്ന് തന്നെ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ വാർത്തകൾ പുറത്തു വരുന്നത്. എന്തായാലും മറ്റ് കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ നിൽക്കുമ്പോൾ ആ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ ഈ യോഗത്തിൽ പങ്കെടുക്കുമ്പോഴാണ് PK ശ്രീമതിയോട് മാത്രം കടക്കപ്പുറത്ത് CPMന്റെ സംസ്ഥാന നേതൃത്വം പറയുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇത് എന്തുകൊണ്ട് എന്നുള്ളൊരു കാര്യത്തിൽ ഇപ്പോഴും പാർട്ടിയിൽ നിന്ന് ഔദ്യോഗികമായി സ്ഥിരീകരണങ്ങളോ വ്യക്തതകളോ വന്നിട്ടില്ല. എന്തായാലും മുഖ്യമന്ത്രി ഇക്കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ട്, മാറി നിൽക്കണം. ഒപ്പം തന്നെ കേരള കേഡർ അല്ലാത്തത് കൊണ്ട് തന്നെ കേന്ദ്രത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഡൽഹി കേന്ദ്രീകൃതമായി പ്രവർത്തന മേഖല വ്യാപിപ്പിക്കണം എന്നുള്ളൊരു നിർദ്ദേശം മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലടക്കം പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നൽകിയതായിട്ടാണ് നമുക്ക് വിവരം ലഭ്യമാകുന്നത്. വീണ, ഓക്കെ, ശരി ശാലിനി. പാർട്ടി അങ്ങനെ എന്തൊക്കെയോ തീരുമാനങ്ങൾ എടുക്കുന്നു, അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് CPM മിക്കപ്പോഴും പുറത്തു പറയാറില്ലല്ലോ. പക്ഷേ താത്വികമായ അവലോകനങ്ങളൊക്കെ നടക്കുന്നുണ്ടാകാം.